എതിർപ്പുണ്ടാകുന്നത്. ഇപ്പം മത സ്വഭാവത്തിലൊക്കെ ഓരോരുത്തരും തമ്മിൽ അടിയുണ്ടാവുന്ന, ഓരോരുത്തരും മനസ്സിലാക്കിയ കാര്യത്തിനെ മറ്റൊരാളിൻ്റെ മനസ്സിലാക്കിയതുമായിട്ട് ഈ ടഗ് ഓഫ് വാർ ഉണ്ടാകുമ്പോൾ, കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഈ ദേഷ്യവും പകയും വിദ്വേഷവും അടി. അപ്പം നമ്മൾ ഇതുപോലെ അടി ഉണ്ടാക്കാനുള്ളൊരു കാര്യമല്ല, ഒരു ക്ലിയർ ഒബ്സർവേഷൻ എങ്ങനെ നമ്മളെ മനസ്സിൽ നിന്ന് മോചിപ്പിക്കും എന്നുള്ള കാര്യമാണ്. ഈ ഒബ്സർവേഷനെ കുറിച്ച് സത്യം പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്തൊക്കെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഈ മനസ്സിലാക്കാൻ, എല്ലാം ഇങ്ങനെ മനസ്സിലിങ്ങനെ പഠിക്കാൻ, ഭൗതിക ശാസ്ത്ര സ്വഭാവത്തിലുള്ള മനസ്സിലാക്കാൻ മാത്രമാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ്, ആധ്യാത്മിക തലത്തിൽ എങ്ങനെയാണ്, ജീവിതത്തിൻ്റെ മറ്റ് ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് പരിണമിക്കുന്ന ഒബ്സർവേഷനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നില്ല. എല്ലാവരും മനസ്സുകൊണ്ട് ഇങ്ങനെ പഠിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി അതിനനുസരിച്ച് അഭിനയിച്ചൊക്കെ ജീവിക്കാൻ, ഒരു പേഴ്സണാലിറ്റി, ഒരു മുഖംമൂടിയൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പൊതുവെ നമ്മളെ ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്താണ് ആധ്യാത്മിക രംഗത്ത് വരുമ്പോൾ നമ്മൾ ഒബ്സർവേഷൻ, ശ്രദ്ധാഭക്തി ഉണ്ട്. അപ്പോൾ ഗുരു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശ്രദ്ധാഭക്തി കൊണ്ട് ഉണർന്ന് നമ്മുടെ പഴയ മനസ്സിൽ നിന്ന് ഉണർന്ന് ഒരു പുതിയ അവബോധത്തിൽ വന്ന് നമ്മളൊരു ആത്മസാക്ഷാത്കാരം പോലെ ജീവൻ്റെ സുഹൃതമായിരിക്കുന്ന ആ സത്യത്തെ മനസ്സിലാക്കി, ഇപ്പോൾ മറ്റ് ട്രഡീഷണൽ ആയിട്ടുള്ള ആത്മീയ രംഗത്തൊക്കെ ആണെങ്കിൽ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെങ്കിൽ, അതായത് മുക്തി മാർഗമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലോകത്തെ എല്ലാം മായ എന്നെല്ലാം പറഞ്ഞു ഒരു ഒളിച്ചോടുന്ന, ആന്തരികമായ ഒരു തലത്തിലേക്ക് ഒളിച്ചോടുന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ആത്മീയതയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ഗുരുവിനെ സംബന്ധിച്ച് നമ്മൾ ഈ ആത്മാവിൻ്റെ ഒരു സുഹൃതം മനസ്സിലാക്കി, ഈ ഭക്തി ഭാവനയിൽ ഈ സത്യത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം വശം മനസ്സിലാക്കി, ആ അറിവിനെ, ആ ജ്ഞാനത്തെ, ആ നിസ്വാർത്ഥമായ ത്യാഗ സ്വഭാവത്തിലുള്ള ജീവിതത്തെ നമ്മുടെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ നമ്മുടെ ലോകത്തിനെയും കൂടി ശുദ്ധമാക്കി ലിബറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോരുത്തരും മുക്തിയിലേക്ക് പോകാൻ. അതായത് ഓരോ വ്യക്തിയും ഓരോ ലോകമാണെന്നാണ് പറയുന്നത്. ഓരോ പുസ്തകമാണ്, ഓരോ മനുഷ്യൻ്റെ ഒബ്സർവേഷൻ ഒരു സെൻറ്ററിൽ ഒരു ലോകമാണ്. അപ്പോൾ അവൻ നേടിയ ഈ ആത്മസാക്ഷാത്കാരത്തിലൂടെ നേടിയ ഈ അറിവിനെ അവൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ വ്യാപിപ്പിച്ച് ഈ ലോകത്തിനെയും നന്നാക്കി, എന്തെല്ലാം നന്മയാണോ ആ ദൈവികമായ തലത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് വരേണ്ടത് അതിനെ ഇവിടെ വരുത്തി അതിനെ പൂർണ്ണമാക്കിക്കൊണ്ട് അവൻ്റെ ജീവനെ മോചിപ്പിച്ച് കൊണ്ടുപോകുന്ന, ഈ ലോകത്തിനെ ഉപേക്ഷിക്കാതെ എന്നാൽ ആന്തരികമായ തലത്തിൽ പരിണമിച്ചുകൊണ്ടുള്ള ഒരു ആധ്യാത്മിക വഴിയാണ്. ഭൗതികമായിട്ടുള്ള അതും ആത്മീയമായിട്ടുള്ളതും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു മാർഗമാണ് നമ്മുടെ ഗുരു മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ നിഷ്പക്ഷമായിട്ട് നമ്മുടെ അറിവിനെ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ കുട്ടികളെക്കുറിച്ച് പറയുമ്പോൾ അവർ ശ്രദ്ധയുള്ള കുട്ടികളാണ്. അപ്പോൾ എന്തു പറ്റും, ഈ കുട്ടികൾ ചില വിഷമങ്ങളൊക്കെ ഉണ്ടായാലും അപ്പോൾ കുറച്ചു നേരം കരഞ്ഞിട്ട് പിന്നെ അങ്ങ് ഈസി ആയിട്ട് പരിണമിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ കൊണ്ട് ഭാഷ, ഇപ്പം നമ്മളൊക്കെ ഒരു ഭാഷ പഠിക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു, വലുതായതിനു ശേഷം ഇംഗ്ലീഷോ മറ്റേതെങ്കിലും ഭാഷയൊക്കെ പഠിക്കാൻ കഷ്ടപ്പെടുന്നു.